രാഷ്ട്രീയക്കാർക്ക് ചൂഷണം ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാണ്? ഇവിടെ BJP അല്ലെ അതേപോലെയുള്ള പാർട്ടികൾ അധികാരത്തിൽ വരുന്നത് എന്തുകൊണ്ടാണ്? ഈ ആളുകൾക്ക് വിശ്വാസം ഉള്ളത് കൊണ്ടാണ്. ഫെയ്ത്ത്. ഇപ്പൊ രാമൻ എന്ന് പറയുമ്പോൾ ആളുകൾ രാമൻ എന്ന് പറഞ്ഞ് കല്ല് എടുത്തുകൊണ്ട് പോകുന്നത് എങ്ങനെയാണ്? അവിടെ കർഷക നടക്കുന്നത് എങ്ങനെയാ? ഇവിടുന്ന് ആള് അവിടെ ചെല്ലുന്നത് എങ്ങനെയാ? രാമനിലുള്ള വിശ്വാസം. ആരാ രാമൻ? രാമൻ നിനക്കൊരു എന്താ വിശ്വാസം? നമ്മുടെ രാഷ്ട്രീയവും ഭരണവും ഈ അക്രമങ്ങളും സമരങ്ങളും എല്ലാം രൂപം കൊള്ളുന്നത് ഈ ഒരു സോഫ്റ്റ്വെയറിന്റെ അടിസ്ഥാനത്തിലാണ്. ഇതിനെതിരെ നമ്മൾ ഇപ്പൊ തന്നെ ഇത്രയും പേര് എനിക്കൊരു പ്രശ്നമില്ല. ഇത് അങ്ങോട്ട് മാറി അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇത് ലിബറേറ്റഡ് മനുഷ്യരാണ് ഇത്രയും വരുന്നത്. ഇങ്ങനെ മനുഷ്യൻ മുഴുവൻ ലിബറേറ്റഡ് ആയി കഴിഞ്ഞാൽ നമ്മുടെ നോക്ക് വേണ്ട 80% പ്രശ്നങ്ങൾ, സോഷ്യൽ ഫാമിലി പ്രശ്നങ്ങൾ, ഇൻഡിവിജ്വൽ പ്രശ്നങ്ങൾ ഇല്ലാതാവും. നമ്മുടെ രാജ്യം ഇപ്പോഴും ഇത്രയും കോടി രൂപ 7000 കോടി രൂപ ചെലവഴിച്ച് നമ്മൾ നടത്തുന്ന കാര്യം ഒന്ന് ആലോചിച്ചു. നമ്മൾ ഇതൊരു ഒളിമ്പിക്സ് നടത്തിയിട്ടില്ല. നമ്മൾ നടത്തിയിട്ടില്ല. ലോകം മുഴുവൻ എങ്ങനെ പോകുന്നു, നമ്മൾ എങ്ങോട്ട് പോകുന്നു? ഇതൊക്കെ വലിയ കാര്യമായിട്ടാണ് നമ്മൾ കാണുന്നത്. ഇത് വലിയ കാര്യമായിട്ട് കാണുന്നതിനെതിരെയാണ് മതനിന്ദ എന്ന് പറയുന്നത്. അങ്ങനെ അല്ല, ഇത് വലിയ കാര്യമല്ല, ഇത് റിഗ്രഷനാണ്.